His presence today, a new journey will start. He ധന്യനിമിഷത്തിലേവർക്കും സ്വാഗതം. ദൈവസന്നിധിയിൽ ഒന്നായി ചേരാം. When the tides of life are rising high and shadows dance beneath the stormy sky, we search for light, we search for a way to find the strength to face a brand new day. But in the silence there's a promise true, a steady hand to guide us through. You make us whole, the perfect healer of the soul. El piso anchored in hope, we stand so tall. Jesus, you are our all in all. Ashrayame ni en Yeshua. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ആഴക്കടലിൽ പെട്ടുപോകുമ്പോൾ നമ്മളെ ഉലയാതെ പിടിച്ചു നിർത്തുന്ന ഒരു നങ്കൂരമുണ്ട്. അതാണ് പ്രത്യാശ. ഗ്രീക്ക് ഭാഷയിൽ ഇതിനൊരു മനോഹരമായ പേരുണ്ട്, എൽപീസോ. കേവലം ഒരു പ്രതീക്ഷ മാത്രമല്ലിത്. എൻ്റെ ഈശോ എന്നെ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ്, ആശ്രയമാണ്. നമ്മുടെ ഈ കാലടി മണ്ണിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രത്യാശ നെഞ്ചിലേറ്റിക്കൊണ്ട് ഒരു വന്യനായ വൈദികൻ ഒരു യാത്ര തുടങ്ങി. ബഹുമാനപ്പെട്ട ജോർജ് കൊച്ചുപറമ്പിലച്ചൻ. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ കാവലിൽ അദ്ദേഹം ഇവിടെ CPS സഭയ്ക്കും നമ്മുടെ പള്ളിക്കും തറക്കല്ലിട്ടപ്പോൾ അത് തലമുറകൾക്ക് അഭയം നൽകാനുള്ള ഒരു വലിയ പ്രത്യാശയുടെ കേന്ദ്രമായി മാറി. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപ്രകടനങ്ങളിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് കേവലം ഒരു പ്രോഗ്രാം മാത്രമല്ല, അത് അപ്പു എന്ന 8 വയസ്സുകാരൻ്റെ സംശയങ്ങളിലൂടെയുള്ള ഒരു സ്വപ്നയാത്രയാണ്. വിശുദ്ധന്മാരുടെ പവറിനെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അവൻ്റെ കുഞ്ഞു ചിന്തകളിലേക്ക് കൊച്ചുപറമ്പിലച്ചൻ കടന്നു വരുന്ന ഒരു മനോഹരമായ ദൃശ്യാവിഷ്കാരം. മാറുന്ന ഈ ആധുനിക കാലഘട്ടത്തിലും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ നിരന്തരമായ കാവലിലും നിരീക്ഷണത്തിലുമാണെന്ന വലിയ സത്യം ഈ നാടകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, പ്രതിസന്ധികളിൽ തളരാതെ ഈശോ എന്ന വലിയ പ്രത്യാശയിലേക്ക് നമുക്കൊന്നിച്ചു ചേരാം. കാലടി സെന്റ് ജോർജ് പള്ളിയുടെ മതബോധന വാർഷികാഘോഷങ്ങളിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. വെൽക്കം ടു എൽപിസോഡ് 2K26 ആങ്കേർഡ് ഇൻ ഹോപ്പ്.
എടാ അപ്പു, നീ എന്താടാ പുണ്യാളിനെ പേടിപ്പിക്കണോ? കൊച്ചച്ച, ഞാൻ ഓർക്കായിരുന്നു നമ്മുടെ പുണ്യാളിന് ലുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? ഇന്നേ എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാർ പറഞ്ഞു നമ്മുടെ പുണ്യാളന് കുതിരപ്പുറത്തിരുന്നുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ, ശക്തിയൊക്കെ അവരുടെ പുണ്യാളനാ. അതാണ്. എടാ ബുദ്ധി ഇല്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരില്ലാത്ത നമ്മളതങ്ങ് ക്ഷമിച്ചു കളയണം. ഓ കൊച്ചച്ച, ഡെസ്പ് അടിച്ചിരിക്കുന്ന സമയത്ത് പറയാൻ പറ്റിയ ഒരു കോമഡി. എടാ ഈ കൂട്ടുകാരൊക്കെ പറഞ്ഞത് പോട്ടെ, നിനക്കെന്താ തോന്നണേ? ആലോചിച്ചപ്പോൾ അത് ശരിയല്ലേന്നൊരു തോന്നൽ. കാനൂര് പരുന്തുമായിരുന്നു, കല്ലൂര് അന്തോണീസ് പുണ്യാളിന്റെ അവിടെ എന്തൊരു തിരക്കാ. യൂദാസ്ലിയേനെ അവിടെ പിന്നെ പറയണ്ട. ഓ ഓ അപ്പൊ അതാണ് കാര്യം. എടാ അപ്പു, നീ വിശുദ്ധന്മാരെ വീഡിയോ ഗെയിമിൽ പല പവർ ലെവലുള്ള ആൾക്കാരെ പോലെ കാണുന്നതാണ് പ്രശ്നം. ദേ നമ്മൾ ഈ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് എത്തി, എന്താ കാരണം? കറണ്ട് ഉള്ളതും കൊണ്ട്. ആ അതുപോലെ തന്നെ ഈ കറണ്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയും ബൾബ് എന്ന് പറയുന്നത് വിശുദ്ധനാണെന്ന് വിചാരിക്കും. ആ കറണ്ട് ഇല്ലെങ്കിൽ ബൾബ് എത്തൂല. അതുപോലെ വിശുദ്ധർക്കും സ്വന്തമായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയില്ല. അവരുടെ ശക്തിയുടെ സോഴ്സ് ദൈവമാണ്. ഓ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഓരോ വിശുദ്ധർക്കും ഓരോ നിയോഗമാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിപ്പോൾ എന്താ പറയാ, എടാ നമ്മളിപ്പോൾ ഒരു അസുഖം വന്ന് ആരെ കാണും? ഡോക്ടറെ. എന്തെങ്കിലും നിയമപ്രശ്നമാണെങ്കിലോ? അത് പിന്നെ വക്കീലിനെ. എന്ന് വെച്ച് ഇതിൽ ഡോക്ടറിനാണോ വക്കീലിനാണോ ശക്തി കൂടുതൽ നമ്മൾ ചിന്തിക്കാറുണ്ടാ? ഇല്ല. അതുപോലെ തന്നെ വിശുദ്ധ യൂദാസ്ലിഹനെ നമ്മൾ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് വണങ്ങുമ്പോൾ ആ വിശുദ്ധ സെബസ്ത്യാനോസ് രോഗപീഠകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വിശുദ്ധനാ. ഓ നമ്മുടെ ഗീവർഗീസ് ആണെങ്കിലോ തിന്മയ്ക്കെതിരായ പോരാട്ടത്തിനും സംരക്ഷണത്തിനുമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആ എന്നാലും 3 പേരും ഒരേ സ്വർഗീയ ടീമിൽ അംഗങ്ങളാ. ഓ പിന്നെ നമ്മുടെ സെന്റ് ജോർജ് പുണ്യാളൻ ചില്ലറക്കാരനല്ല ഏട്ടാ, യൂറോപ്പ് മുഴുവൻ്റെയും മധ്യസ്ഥനാ. പിന്നെ ഇംഗ്ലണ്ട്, എത്യോപ്യ, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളുടെ എല്ലാം സ്വർഗീയ മധ്യസ്ഥനാണ് നമ്മുടെ പുണ്യാളൻ. ഏറ്റവും കൂടുതൽ ലോക രാജ്യങ്ങളിൽ ആദരിക്കപ്പെടുന്ന വിശുദ്ധനാ അദ്ദേഹം. ഓ ലോകമെമ്പാടുമുള്ള സൈനികരുടെയും കൃഷിക്കാരുടെയും മധ്യസ്ഥനും. അതുകൊണ്ട് പുള്ളി ചില്ലറക്കാരനാണെന്ന് വിചാരം വേണ്ടട്ടാ. ആഹാ, നാളെ ഞാൻ ക്ലാസ്സിൽ ചെല്ലട്ടെ, അവന്മാർക്ക് ഞാൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. എടാ വിശുദ്ധന്മാർക്കിടയിൽ ഈഗോ ഇല്ലട്ടാ. ഏത് വിശുദ്ധനായാലും വിശുദ്ധയായാലും നമ്മളെ കൈപിടിച്ച് ദൈവത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ പേരും പറഞ്ഞ് വഴക്കുകൂടാൻ നീ നാളെ സൂളി പോണ്ടട്ടാ. അവരിനി കളിയാക്കിയാൽ മാത്രം ഈ കാര്യം അവരോട് കൂടി ഒന്നും പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ എടാ നീ നോക്കിയേ, നമ്മുടെ ആ വിശുദ്ധൻ്റെ രൂപത്തിനടുത്ത് മുട്ടുകുത്തിക്കണ ആ പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടോ? അതാരാ? അതാണ് ലിഡിയ രാജകുമാരി. ആരും സംരക്ഷിക്കാനില്ലാതിരുന്ന സമയത്ത് ആ രാജകുമാരിയെ പുണ്യാളൻ ഉഗ്രസർപ്പത്തുനിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഐതിഹ്യം. അതുകൊണ്ട് സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തവരുടെ പ്രത്യേക സംരക്ഷകനാണ് നമ്മുടെ വിശുദ്ധ ഗീവർഗീസ്. ആഹാ, അപ്പൊ ആള് പൊളിയാണല്ലോ. ആണല്ലോ. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം അപ്പു, എല്ലാ വിശുദ്ധന്മാർക്കും ഒറ്റ ഹീറോയേ ഉള്ളൂ. ആ അത് ഞാൻ പറയാം, ഈശോ. കറക്റ്റ്. അപ്പൊ ഇനി നാളെ കാണാം. നിന്റെ സംശയം കാര്യങ്ങളൊക്കെ തീർന്നില്ലേ? ഓക്കെ, ബൈ. ആ ബൈ. എല്ലാ വിശുദ്ധർക്കും ഒരൊറ്റ ഹീറോയുള്ളൂ, ഈശോ. എല്ലാ വിശുദ്ധന്മാർക്കും ഒരൊറ്റ ഹീറോയുള്ളൂ, ഈശോ. ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ.
ഹീറോ യേശുവിന്റെ ഉള്ളിലില്ല ഞാനൊരു വെറും സീറോ സീറോ ഞാനൊരു സീറോ യേശുവിലെ സീറോ യേശുവിന്റെ ഉള്ളിലില്ല ഞാനൊരു വെറും സീറോ ലക 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 ജുംബര ജുംബര ലക 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 ജുംബര ജുംബര ലക 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 ജുംബര ജുംബര ലക 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 ജുംബര ജുംബര ലക ലക Like Noah who built the ark, when the rain came down, like Moses who followed God and led the slaves in Egypt out, like David who threw a stone and the giant fell down, like Jonah who ran away, but in the belly of the whale turned round. I wanna be a hero of the faith. In your proud album race, a hero of the faith for you. I wanna be a hero of the faith. Make me strong so I can be a hero of the faith for you. And like Daniel who trusted God, see the lions made no sound. And like Joshua's mighty shout, man, the Jericho wall fell down. Like Abraham's story sings, he was faithful in all things. And like Mary who welcomed God when she birthed our heavenly King. I wanna be a hero of the faith. In your proud album, grace, a hero of the faith
Nation, 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 my Lord is powerful. Nation, 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 my Lord is sovereignty. Nation, 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 my Lord is powerful. Nation, 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 my Lord is sovereignty. അപ്പു, മോനെ അപ്പു, ഡാൻസ് തീർന്നോ? അമ്മേ, ആരാ ആരാ? കുഞ്ഞെ പേടിക്കണ്ട. ആ, അച്ഛനെ എനിക്കറിയാലോ, നല്ല കണ്ടുപരിചയം. ആ, പ്രേസിതാര സിസ്റ്റേഴ്സിന്റെ. ശരിയാ കുഞ്ഞെ, ഞാൻ ജോർജ് കൊച്ചുപറമ്പിലച്ഛൻ, പ്രേക്ഷിതാരാം സന്യാസി സമൂഹത്തിന്റെ സ്ഥാപകൻ. സോറി അച്ഛാ, എനിക്ക് സിസ്റ്റർ ആവാൻ താല്പര്യമില്ല. അല്ലെങ്കിലും ആൺകുട്ടികളെ മഠത്തിലെടുക്കാറില്ല. അയ്യോ, അത് ശരിയാണല്ലോ. ഉറക്കത്തിലേ പെട്ടെന്ന് ഓർത്തില്ല. അച്ഛൻ എങ്ങനെയാ വന്നേ? എന്നെ കാണാൻ വന്നതാണോ? അതേലോ. കുഞ്ഞ് ഇന്ന് എന്നെ ചീത്ത വിളിച്ചായിരുന്നോ? അത് പിന്നെ ചെറുതായിട്ട്. അച്ഛനാണ് നമ്മുടെ പള്ളിക്ക് സെന്റ് ജോർജ് എന്ന് പേരിട്ടതെന്ന് കൂട്ടുകാർ പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാണല്ലോ ചീത്ത വിളിച്ചേ. പിന്നെങ്ങനെ അച്ഛൻ അറിഞ്ഞേ? ഞാനല്ല, തമ്പുരാൻ കർത്താവ് അതറിഞ്ഞു. ഒരു വാക്ക് നമ്മുടെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അതറിയുന്നുണ്ട്. കർത്താവിന് എല്ലാം അറിയാം. നിനക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, ജോർജ് അച്ഛൻ അതൊന്ന് തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിട്ടതാ. റിയലി? നമ്മുടെ കർത്താവ് സൂപ്പർ ആണല്ലോ. അതേലോ. ആ, ചോദിക്കട്ടെ, എന്താ കുഞ്ഞിന്റെ സംശയം? അച്ഛനല്ലേ നമ്മുടെ പള്ളിക്ക് സെന്റ് ജോർജ് എന്ന് പേരിട്ടത്? അതെ. അച്ഛൻ പണിതത് കൊണ്ടാണോ അച്ഛന്റെ പേര് പള്ളിക്കിട്ടേ? ഏയ്, അല്ലേ അല്ല. അന്നും പലർക്കും ഈ സംശയം ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ തോമാസ് ലീഹായിൽ നിന്നാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ ദീപം പകർന്നു കിട്ടിയത്. അന്ന് വളരെ ശക്തമായ ഒരു വിശ്വാസ സമൂഹം ഇവിടെ നിലനിന്നിരുന്നു. ആ, അതൊക്കെ ഒരു കാലം. Me
മഹിമയുടെ അരിമകളെല്ലാം ചെയ്യും മനുവിവദിത്ത താം മൃതത്തെ ഇമ്പമുടരുവികൾ തിരുമനസാലെ ഇയൽ പഴി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ മൃതത്തെ മനഗുണമുടയവനരുളാൽ വാനവർ മൈമയുടെ എത്തിയാണഞ്ഞുടനെ ഇതതിത്തെ മറുതല നെറികെടും അതിനൊരു തേരതിൽ മംഗലമായവർ പൂകീച്ച് ഇതതിത്തെ കൈകൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇതതിത്തെ കരുണയുടെ ഇതുവഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിതു പരിച ഇതതിത്തെ നലമുടി പലവ കിന്നരുമഴകാൽ നന്ദനയും കൊൾപ്പൽത്തരമേ തീ തക നന്മ വിംവ പലമുടിയെടുത്തു നന്നമിലക്കൊൾപ്പുലഭേദേ തീ തക ഉടമ്പിൽ നിന്നുയിരെടുത്താകാശേ ഉയരവനിരിപ്പിടം പൂകീറ്റ് ഇതതിത്തെ വച്ചുതനവന്ന് മക്കളും മണ്ണിനും മരുളും ഇടിക്കടപ്പവരെ ആ തീ തക മണ്ണിനൊഴിയാ പെരവിനഴുത്തുറുമുട് തേടി പുലരാമേ തീ തക മൃതത്തെ വിശ്വാസത്തിനി നാളം തെളിച്ചിടുവാൻ ഭാരമതേറ്റൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. ഭാരതനാട്ടിൽ വിശ്വാസത്തിനി നാളം തെളിച്ചിടുവാൻ ഭാരമതേറ്റൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചതി സ്നേഹത്താൽ മാത്രമല്ലോ. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചതി സ്നേഹത്താൽ മാത്രമല്ലോ. എൻ കർത്താവേ എന്റെ ദൈവമേ എന്നു ചൊല്ലി എത്രയും ശക്തമായി വിശ്വാസം ഏറ്റു ചൊല്ലി. മാല്യങ്കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. 52 മാല്യങ്കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. മാർത്തോമ വന്നപ്പോ മലയാള നാട്ടില് മാലാക വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി. മാർത്തോമ വന്നപ്പോ മലയാള നാട്ടില് മാലാക വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി.
ചേരലാതനെന്നോരജന്റെ ദാനമായി ലഭിച്ചോരാ തിരുവിതാംകോടര പള്ളിയും പണിതു. നീടും ചേരലാതനെന്നോരജന്റെ ദാനമായി ലഭിച്ചോരാ തിരുവിതാംകോടര പള്ളിയും പണിതു. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കായി താതൻ വന്നതിനടയാളമായി മലമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കായി താതൻ വന്നതിനടയാളമായി മലമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിൽ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തിവീഴ്ത്തി. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിൽ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തിവീഴ്ത്തി. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കായി താതൻ വന്നതിനടയാളമായി മലമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കായി താതൻ വന്നതിനടയാളമായി മലമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിൽ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തിവീഴ്ത്തി. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിൽ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തിവീഴ്ത്തി. വിശ്വാസം കാത്തിടാൻ സാക്ഷിയായി ചോര ചിന്തി മുത്തപ്പാനിൻ വഴിയെ വരും നീതാ നിന്റെ മക്കൾ. വിശ്വാസം കാത്തിടാൻ സാക്ഷിയായി ചോര ചിന്തി മുത്തപ്പാനിൻ വഴിയെ വരും നീതാ നിന്റെ മക്കൾ. തോമാസ് ലീഹായിൽ നിന്നാണ് നമുക്ക് വിശ്വാസത്തിന്റെ ദീപം പകർന്നു കിട്ടിയത്. എങ്കിലും അന്ന് കേരളത്തിലെ ഏറ്റവും കീർത്തി കേട്ട രണ്ട് വിശുദ്ധര്, ഒന്ന് വിശുദ്ധ സെബസ്ത്യാനോസും രണ്ട് വിശുദ്ധ ഗീവറീസുമായിരുന്നു. നമ്മുടെ അയൽ ഇടവകയായ കാഞ്ഞൂര് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പേരിൽ തന്നെ അന്നേ പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഗീവറീസിന്റെ നാമധേയം നൽകാൻ ഞാൻ അനുവാദം വാങ്ങിയത്. അന്ന് തുടങ്ങിയതപ്പൂ ഈ മണ്ണും പുണ്യവാളനും തമ്മിലുള്ള ബന്ധം. പക്ഷേ കാലം കടന്നു പോയപ്പോ കാലടിയും ഒത്തിരി മാറി. അത് പറഞ്ഞപ്പോഴാ അച്ഛന് ഞാൻ ഇപ്പോഴത്തെ കാലടി കാണിച്ചു തരട്ടെ. അച്ഛൻ വായോ. ഇതാ അച്ഛാ പുതിയ ശബരി റെയിൽപാത. റെയിൽപാതയോ? ഇതിലെ ട്രെയിൻ ഇങ്ങനെ പോവും? ഞാൻ ഓർമ്മ വെച്ചപ്പോ മുതൽ ഇതിങ്ങനെയാ. എന്നെങ്കിലും ട്രെയിൻ പോകുമായിരിക്കും. അപ്പൂ ദേ അവിടെ നോക്കിയേ, ഒരു പെൺകുട്ടിയല്ലേ ആ നിൽക്കുന്നേ? ശരിയാലോ, സീൻ കോൺട്രേ ആണല്ലോ അച്ഛാ. ലക്ഷണം കണ്ടിട്ട് ഇപ്പ ചാടും. കുഞ്ഞേ, അരുത് അരുത് അരുത്. വേണ്ട, എന്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ ചാടും. എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ചാടും. അയ്യോ കുഞ്ഞേ, എന്തിനാ ഈ സാഹസം? എന്നെ വീട് എനിക്ക് ജീവിക്കണ്ട.
എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട. ഞാൻ വിശ്വസിച്ചവൻ എന്നെ ചതിച്ചു, എല്ലാരും എന്നെ ചതിച്ചു, എന്നെ അവൻ തനിച്ചാക്കി പോയി. ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ? ഇനി ആർക്കും എന്നെ വേണ്ട. ചേച്ചി, അല്ലെങ്കിലും ഇപ്പോൾ ഈ പുഴയിൽ വെള്ളം കുറവാ. ചാടിയാൽ 50-50 ചാൻസേ ഉള്ളൂ. മഴക്കാലം വരെ വെയിറ്റ് ചെയ്താൽ നിറയെ വെള്ളത്തിൽ ചാടാം. അപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. കുഞ്ഞേ, സാഹസം കാട്ടാതിരിക്കൂ. ഞാൻ വിശ്വസിച്ചവൻ എന്നെ ചതിച്ചില്ലേ, എനിക്കിനി ആരുമില്ല. കുഞ്ഞേ, ഒരു മനുഷ്യൻ കൈവിട്ടു എന്ന് കരുതി ജീവൻ കളയുന്നത് എന്തിനാ? നിന്നെ ജീവനോടെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. അച്ഛാ, അവൻ എന്നെ കല്യാണം കഴിക്കാന്ന് ഉറപ്പ് പറഞ്ഞതായിരുന്നു. ഇപ്പോഴാ ഞാൻ അറിയുന്നേ അവന് വേറെ ഭാര്യയും കുട്ടിയുണ്ട്. ഞാൻ എന്ത് ചെയ്യോ? ഞാൻ പാപിയാച്ചാ. ഞാൻ എന്തിനാ ജീവിക്കുന്നേ? കുഞ്ഞേ, നിങ്ങൾ ഇക്കാലത്തെ കുട്ടികൾക്ക് എന്താ പറ്റിയേ? വിദ്യാഭ്യാസം കൂടിയപ്പോൾ വിവേകം നശിച്ചുപോയോ? ആരുടെയെങ്കിലും ഒരു മധുരവാക്കിൽ നിസ്സാരമായി കളയാനുള്ളതാണോ നമ്മുടെ ജീവിത വിശുദ്ധി? കുഞ്ഞേ, ലോകം സ്ഥാപിക്കപ്പെട്ട കാലം തൊട്ട് ഇങ്ങനെയായിരുന്നു. സാത്താൻ ഇന്നും മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചിട്ടേ ഉള്ളൂ. മനുഷ്യന്റെ പതനത്തിന്റെ ആരംഭം തന്നെ സാത്താന്റെ ചതിയിലൂടെ ആയിരുന്നു. ആദ്യപാപത്തിന്റെ ചരിത്രം അറിയില്ലേ നിനക്ക്? ദൈവം അരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകാൻ കഴിയുമെന്ന് അവൻ ഹവ്വായെ പറഞ്ഞു പറ്റിച്ചു. മണ്ണിൽ നിന്നും മെനഞ്ഞു ദൈവം മർത്യനു പേരും രൂപവുമേകി ആദം 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 ആദത്തിനുടെ അസ്ഥിയിൽ നിന്നും പെണ്ണിനു രൂപം നൽകി ദൈവം ഹവ്വാ. പറുദീസ എന്നൊരു തോട്ടത്തിലവരെ പരമസുഖത്തോടെ വാണിടുവാൻ, പറുദീസ എന്നൊരു തോട്ടത്തിലവരെ പരമസുഖത്തോടെ വാണിടുവാൻ
പരിചൊടു കൽപ്പന നൽകിയയച്ചു പരമപിതാവാം ദൈവം. കരുണ കാട്ടുന്ന വലിയ തമ്പുരാൻ കരുതലോടേകിയെല്ലാം. പാമ്പിന്റെ രൂപത്തിലെത്തിയോരാ പൈശാചിക ശക്തി തന്റെ വാക്കിൽ. പാമ്പിന്റെ രൂപത്തിലെത്തിയോരാ പൈശാചിക ശക്തി തന്റെ വാക്കിൽ. വീണുപോയ പെണ്ണു തീക്കനി തിന്നു, കൽപ്പന ലംഘിച്ചു പാപമേറ്റു. ദൈവമായി തീരുവാനുള്ളോരാശയിൽ ദൈവത്തിൻ കൽപ്പന ലംഘിച്ചവർ ഉള്ളതുപോലും നഷ്ടമായി ദിവ്യ പറുദീസയിൽ നിന്നു പടിയിറങ്ങി. കാലം തികഞ്ഞപ്പോൾ കൺമണിയായി കായേനും ആബേലും പിറന്നു. താഴത്തു വയ്ക്കാതെ ആദവും ഹൗവയും താരാട്ടുപാടി നിർവൃതി. കായേൻ വളർന്നു കരുത്തനായി, കാരിരുമ്പിൻ കട്ടിയുള്ളിലേറി. ആബേൽ വളർന്നു വിനീതനായി, ആട്ടിടയൻ നല്ലൊരാട്ടിടയൻ. അരുമയമാടിനെ കാഴ്ചവെച്ചു ആബേൽ ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങി. നല്ലതു ദൈവത്തിൻ സന്നിധേകാത്ത കായന്റെ ബലിയോ തിരസ്കൃതമായി. അതു കണ്ട കായന്റെ ചങ്കിനുള്ളിൽ കലിയേറി കാലുഷ്യം പെരുകി വന്നു. കലിതുള്ളി പകയേറി കായേനെന്നാൾ പാവമാവേലിനെ കൊന്നുവല്ലോ. സോദര ചോരയാൽ ആദ്യമായി ഭൂമി നനച്ചവൻ ശാപമേറ്റു. ആർത്തിയസൂയ ഉള്ളിലേറ്റി കായന്മാരൂഴിയിൽ പെരുകുമ്പോൾ പാവമാബേലിൻ നിലവിളിയെന്നും ഉയരുകയാണീ ലോകത്തിൽ. അച്ഛാ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എനിക്കിനി ഒരു ഭാവി ഉണ്ടാവോ? മോളെ, മനുഷ്യന്റെ ഇന്നും ഇന്നലെയും നാളെയുമെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. ബൈബിളിലൊരു സംഭവമുണ്ട്.
പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ അവർ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. ആരും അവളെ വിധിക്കാൻ ഈശോ സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, ആ സ്ത്രീയോട് ഈശോ പറഞ്ഞത് എന്താണെന്നോ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. ദൈവം എന്നോട് ക്ഷമിക്കൂ അച്ഛാ. ദൈവം സ്നേഹമാ മോളെ, ചതിക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ് ദൈവം. മോളെ, നിന്റെ മാതാപിതാക്കളെക്കുറിച്ച് നീ ചിന്തിച്ചോ? ഇല്ല. ഒരു മനുഷ്യൻ നിന്നെ കൈവിട്ടു എന്ന് കരുതി നിന്റെ ജീവൻ നിനക്ക് നൽകിയ ദൈവം നിന്നെ കൈവിടുമെന്നാണോ നീ കരുതുന്നത്? ഈ ജീവൻ നിന്റെ മാത്രം സ്വത്തല്ല, അത് തമ്പുരാൻ തന്ന വലിയൊരു നിധിയാണ്. കേട്ടോ? എൻ്റെ പാപങ്ങളും ഉണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുള്ളൂ. കുഞ്ഞേ, ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ഒരു മനുഷ്യന്റെ ചതിയിൽ തീർന്നു പോകുന്നതല്ല. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. ചേച്ചി, കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനെ ഇടിയ രാജകുമാരെ രക്ഷിച്ചത് ആരും സംരക്ഷിക്കാനില്ലാത്തതും കൊണ്ടാണെന്ന്. ചേച്ചിയും പുണ്യാളനോട് പ്രാർത്ഥിച്ചാൽ മതി. ആ, അതെ അതെ. വായോ, നമുക്ക് തിരിച്ചു പോകാം.
When I am down and oh my soul so weary, when troubles come and my heart burdened be, then I am still and wait here in the silence until you come and sit a while with me. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I'm strong when I am on your shoulders. You raise me up to more than I can be. അച്ഛാ, നമ്മൾ ആ ചേച്ചിയെ സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചത് നന്നായി. ഇനി ബാക്കി അവര് നോക്കിക്കോളും. എന്നാലും അച്ഛൻ്റെ ട്രിക്ക് കൊള്ളാട്ടോ. ആ സിസ്റ്റേഴ്സിന് ആർക്കും അച്ഛനെ മനസ്സിലായില്ലല്ലോ. ഇതൊക്കെ എന്ത് മാജിക്കാ. അച്ഛൻ കരയാണോ? എന്തിനാ അച്ഛാ? അവർക്ക് അച്ഛനെ തിരിച്ചറിയാൻ പറ്റാത്തതും കൊണ്ടാണോ? സാരമില്ല അച്ഛാ, വാ നമുക്ക് തിരിച്ചു ചെന്ന് പറയാം ഇത് ജോർജ് അച്ഛനാണെന്ന്. അപ്പോ അരുത്. എൻ്റെ കണ്ണു നിറഞ്ഞത് എന്നെ ആരും തിരിച്ചറിയാത്തത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ സ്നേഹം ഓർത്തിട്ട. എന്ത് ദൈവത്തിന്റെ സ്നേഹോ? അതെ അപ്പൂ, എൻ്റെ മക്കൾ എത്ര നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് ഞാൻ നേരിൽ കണ്ടു. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ആ പാതയിലൂടെ, അതേ ആത്മീയ ജീവിതചര്യയിലൂടെ നടക്കാൻ അവർ അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ട്. വളരെ എളിയ രീതിയിൽ തുടങ്ങിയ ഈ സഭയെ ഇത്രത്തോളം ഉയർത്തിയ ദൈവകരുണയെ ഓർത്തപ്പോൾ അറിയാതെ കണ്ണ നിറഞ്ഞു പോയതാ. നമുക്ക് നടക്കാം. അച്ഛാ, അച്ഛൻ എങ്ങനെയാ ഈ സഭ തുടങ്ങിയേ? ഓ, അതൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടപ്പൂ. ചുരുക്കി പറഞ്ഞാ മതി. അപ്പോഴേ
അതിപ്പോ എങ്ങനെയാ ചുരുക്കി പറയാ? വർഷങ്ങൾ ഒരുപാട് കടന്നുപോയെങ്കിലും ഇന്നും ഇന്നലെ കഴിഞ്ഞതുപോലെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ചില ഓർമ്മകളുണ്ട്. കർത്താവിൻ്റെ ദാസനായി ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ആ നാളുകൾ, പ്രത്യേകിച്ച് കാലടി മലയാറ്റൂർ പ്ലാന്റേഷൻ മേഖലയിലെ ആ പാവപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങൾ, അജ്ഞതയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞിരുന്ന ആ വിശ്വാസി സമൂഹത്തിന് ആത്മീയമായ ഒരു കൈത്താങ്ങ് നൽകാൻ എൻ്റെ ഹൃദയം ആഗ്രഹിച്ച നാളുകൾ. ദൈവഹിതമെന്തെന്നറിയാൻ ഞാൻ അവിടുത്തെ തിരുമുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കാലടി പ്ലാന്റേഷനിലെയും അതുപോലെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കും വിശ്വാസത്തിൻ്റെ വെളിച്ചം എത്തിക്കണം. കുട്ടികളെയും മുതിർന്നവരെയും ദൈവവചനം പഠിപ്പിക്കണം. നാളെ തന്നെ പാറേക്കെട്ടിൽ തിരുമേനി ചെന്ന് കണ്ട് എൻ്റെ മനസ്സിൽ ഈ ചിന്ത പങ്കുവയ്ക്കണം. ദൈവം വഴി നടത്തട്ടെ. അങ്ങനെ എൻ്റെ മനസ്സിലെ തീക്ഷ്ണമായ ആഗ്രഹവുമായി ഞാൻ അഭിമന്യ മാർ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനിയുടെ മുമ്പിലെത്തി. യുവാക്കൾക്കായി ഒരു വിശ്വാസ പരിശീലന കേന്ദ്രം തുടങ്ങാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണല്ലോ. അച്ഛൻ പറഞ്ഞ ആശയം വളരെ മഹത്തരമാണ്. പ്ലാന്റേഷൻ മേഖലകളിൽ ജനങ്ങളുടെ ആത്മീയത ആവശ്യങ്ങൾക്കായി ആളുകളെ ഒരുക്കേണ്ടതുമുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ് അച്ഛാ. അച്ഛൻ്റെ മനസ്സിൽ അതിനായി എന്തെങ്കിലും പുതിയ പദ്ധതി ഉണ്ടോ? പിതാവേ, അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി വർഷമാണല്ലോ ഇത്. അതിൻ്റെ ഒരു സ്മാരകം എന്നോണം പുരുഷന്മാർക്കായി ഒരു കാറ്റഗറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം ഇതൊരു വലിയ കൈത്താങ്ങാവും. തീർച്ചയായും അച്ഛാ. ഞാൻ മറ്റു വൈദികരുമായിട്ട് ആലോചിച്ച് ഇതിനൊരു അന്തിമ തീരുമാനം അച്ഛനെ ഉടൻ അറിയിക്കാം. ദൈവാനുഗ്രഹം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മെത്രാൻ തിരുമേനിയുടെ അനുവാദത്തോടെ സാധിക്കുന്ന വിധത്തിലെല്ലാം കാറ്റഗറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പുരുഷന്മാരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ പരസ്യം ചെയ്തു. പക്ഷേ ആരും മുന്നോട്ട് വന്നില്ല. ദൈവഹിതം മറ്റൊന്നാണെന്ന് തിരിച്ചറിയാൻ ഇത് കാരണമായി. അങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സമൂഹം എന്ന ചിന്ത എന്നിൽ വേരുപാകിയത്. ഇക്കാര്യം ഞാൻ മെത്രാൻ തിരുമേനിയെ അറിയിച്ചു. അച്ഛാ, അരമനയിൽ നിന്നൊരു കത്തുണ്ട്. ഇങ്ങ് തന്നേക്കൂ. പ്രിയപ്പെട്ട കുച്ചോർമിലച്ഛന്, അന്ന് നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ കാറ്റഗറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോൺഗ്രിഗേഷനാക്കി മാറ്റുന്നതിനെക്കുറിച്ച് കൂരിയ നന്നായി ആലോചിച്ചു. സ്ത്രീകൾക്കായി ഇത് ആരംഭിക്കുന്നതാണ് ദൈവഹിതമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. താല്പര്യമുള്ള യുവതികളെ ക്ഷണിച്ചുകൊണ്ട് അച്ഛൻ തന്നെ സാധിക്കുന്ന രീതിയിലൊക്കെ എല്ലായിടത്തും പരസ്യം നൽകുക. ദൈവാനുഗ്രഹം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് മാർ ജോസഫ് പാറേക്കാട്ടിൽ. ദൈവമേ, നിന്റെ ഹിതം ഇതാണെങ്കിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ എളിയവരിലൂടെ നിന്റെ നാമം മഹത്വപ്പെടട്ടെ. പരസ്യം കണ്ട് പാവങ്ങളെ ശുശ്രൂഷിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി യുവതികൾ കടന്നു വന്നു. കഠിനമായ ദാരിദ്ര്യവും തയ്യൽ ജോലികളും നഴ്സറി സ്കൂൾ അധ്യാപനവുമൊക്കെയായി ആ എളിയ സമൂഹം വളരുകയായിരുന്നു. ആദ്യമായി ആ പടിവാതിൽ കടന്നു വന്ന സെറീന എന്ന മകളെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അച്ഛാ,
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങള് സത്യദീപത്തിലെ പരസ്യം കണ്ട് വന്നതാ. ഇതെൻ്റെ മകൾ സറീന പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവൾക്ക് ഒരേ വാശി, ഇവിടെ വന്ന് പാവങ്ങളെ ശുശ്രൂഷിക്കണമെന്ന്. മോളെ സെറീന, ഇതൊരു പുതിയ സന്യാസിനി സമൂഹമാണ്. വലിയ ആഡംബരങ്ങളൊന്നുമില്ല. പാവപ്പെട്ടവരെ അനാഥരെയും ദൈവവചനത്തിലേക്ക് നയിക്കാനും അവർക്ക് കൈത്താങ്ങാകാനുമുള്ള കഠിനാധ്വാനത്തിൻ്റെ വഴിയാണ്. കടുകുമണി പോലെയല്ല, കാട്ടുതീ പോലെ കർത്താവിനെ സ്നേഹിക്കണം. ഇതിന് തയ്യാറാണോ? അച്ഛാ, ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. പാവങ്ങൾക്ക് വേണ്ടി ഒരു സന്യാസിനിയായി ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. വളരെ സന്തോഷം. ദൈവപരിപാലന എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വരൂ, അകത്തേക്കിരിക്കാം. 1964 ഓഗസ്റ്റിൽ ആദ്യം ഇത് ഒരു ഭക്തസംഘടനയായും പിന്നീട് ഒരു സന്യാസ സമൂഹമായി മാറി. ആദ്യ ബാച്ചിൽ സെറീനയെപ്പോലെ 12 പേരുമായി ആരംഭിച്ച ആ ശുശ്രൂഷ പ്രയാണം വലിയൊരു ദൈവകൃപയ്ക്ക് സാക്ഷ്യം വഹിച്ചു. കഠിനമായ ദാരിദ്ര്യത്തിലും ദൈവവചനത്തെ മുറുകെ പിടിച്ച എൻ്റെ മക്കളുടെ പ്രാർത്ഥന സഫലമായി. 1977 ഡിസംബർ 8 പരിശുദ്ധ പോൾ 6 മാർപ്പാപ്പയുടെ പ്രത്യേക ഉത്തരവിലൂടെ ഈ സമൂഹത്തെ കോൺഗ്രിഗേഷൻ ഓഫ് പ്രേക്ഷിതാരാം സിസ്റ്റേഴ്സ് ആയി ഉയർത്തി. അന്നും ഇന്നും എന്നും എൻ്റെ മക്കളെ വഴി നടത്തുന്ന പരമകാരുണ്യവാനായ ദൈവത്തിന് സ്തോത്രം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എടാ അപ്പുവേ, നീ എങ്ങോട്ടാ എന്നെ ഈ കൊണ്ടുപോകുന്നത്? അതൊക്കെ ഉണ്ട്. അച്ഛൻ വായോ, ഫോളോ മീ. പണി പാളി. അച്ഛാ, തിരിച്ചു കിട്ടോ? പതക്കെ നടന്നോ? അപ്പൊ ഫോളോ മീ എന്ന് പറഞ്ഞിട്ട് നീ തിരിച്ചു പോവുകയാണോ? അതെന്താടാ പറ്റിയേ? അയ്യോ, മിണ്ടല്ലേ അച്ഛാ, മിണ്ടല്ലേ മിണ്ടല്ലേ. ഏ ഏ ഏ അർപ്പിതോംസ് അല്ലേ ഇത്? ഓ, തൂക്കി. ഗുഡ് മോർണിംഗ് മിസ്. അല്ല, സോറി, ഗുഡ് ഈവനിങ് മിസ്. ഞാനേ മിസ്സിനെ കണ്ടില്ലായിരുന്നു. മിസ് ഇപ്പൊ എവിടെന്നാ വന്നേ? അല്ല, അത് ഞാൻ സ്കൂള് പൂട്ടിയതും കൊണ്ട് ചോദിച്ചതാ. ഞാനേ ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്ത് സ്കൂളിൽ ഏൽപ്പിക്കാൻ വന്നതാ. ഇതാരാ? അർപ്പിത്തിന്റെ കൂടെ ഒരു അച്ഛൻ. അത് പിന്നെ എൻ്റെ അച്ഛനാ. ഓ, അർപ്പിതിൻ്റെ അമ്മയുടെ ബ്രദറാ? ഫാദർ, ഇവൻ്റെ സ്റ്റഡീസൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. പഠനത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണം. ശരി ടീച്ചറെ. ഇവനെങ്ങനെയാ, നന്നായി പഠിക്കുവോ? അയ്യോ അച്ഛ, വേഗം വന്നേ. വർത്താനം പറഞ്ഞു നിന്നാൽ ട്രെയിൻ കിട്ടത്തില്ല കേട്ടോ. ടീച്ചറെ, അച്ഛൻ ഇന്ന് തന്നെ തിരിച്ചു പോകാനുള്ളതാ. താങ്ക് യു ടീച്ചർ. ഞങ്ങൾ പോവാണേ. ബൈ. ശരി. അപ്പുവേ, നീ ഫുള്ള് കള്ളത്തരമാണല്ലോ ഇവിടെ കാണിച്ചത്. പാവൻ ടീച്ചറോട് നീ എന്തിനാടാ ഇങ്ങനെ പെരുമാറുന്നേ? ഓ, ഒന്നും പറയണ്ട. കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങളുടെ നിഴല് കണ്ടാൽ പോലും പേര് വിളിച്ച് കണ്ടുപിടിക്കും. ആഹാ, അത്രയ്ക്കും വിദ്യാർത്ഥികളെ മനസ്സിലാക്കുന്ന ടീച്ചർമാരുള്ളത് ഒരു ഭാഗ്യമല്ലേ അപ്പു? പിന്നെ ഭാഗ്യം അച്ഛനറിയാനിട്ടാ. ഈ ടീച്ചർമാർക്കൊക്കെ ഞങ്ങൾ ജൻസിക്കാരെ കാണുന്നത് ഭയങ്കര പുച്ഛാ. ഓ, എപ്പോഴും ഫുൾ നെഗറ്റീവാ പറയുള്ളൂന്ന്. അവരെന്താ ഇത്ര വലിയ നെഗറ്റീവ് പറഞ്ഞത്? അവര് പറയും ഞങ്ങൾക്കൊന്നും കഷ്ടപ്പെടാൻ അറിയത്തില്ല, തിന്നാനും ഉറങ്ങാനും മാത്രമേ അറിയുള്ളൂ.
നടക്കും ചക്കര കാട്ടി വേടക്കായി വടക്കും തെക്കും നടന്നു നടുവൊടിക്കും കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും ചക്കര കാട്ടി വേടക്കായി വടക്കും തെക്കും നടന്നു നടുവൊടിക്കും നാട്ടുകാര് പറയണ വീട് നമുക്ക് പറയാനുള്ളത് പറയടാ. ജെൻസി ആൻഡ് വിടടാ. സ്നാപ്പില് സ്ത്രീക്ക് കയ്യില് തിരിക്കണുണ്ടൊരു റെന്റ് വണ്ടി പ്രാതല് കുറച്ച് ലഞ്ചില് കടിക്കണിങ്ങനെ ചിക്കൻ മന്തി വായില് നിറച്ചിതിങ്ങനെ വതച്ച് പൊങ്ങണ ഡെസിപ്പൊരി ആരത് കണക്കെടുക്കണ പ്രായം ബെടക്ക് ഹെയറിലെ പച്ച നിറത്തെ പൊട്ടി പിടിച്ചങ്ങ് ക്ലാസ്സിനോട്ട് ഷെയറിട്ട് വാങ്ങി ഫ്ലിക്സിൽ പിഞ്ച അടിക്കും ഡെത്തേനോട്ട് അയലത്തെ പിറകെ കത്തുന്ന കട്ടയിടിക്കും ഗിൽത്തെ ജീവി വെട്ടമുള്ളൊരിടം കണ്ടാക്കി പെടക്കി കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും ചക്കര കാട്ടി വേടക്കായി വടക്കും തെക്കും നടന്നു നടുവൊടിക്കും കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും ചക്കര കാട്ടി വേടക്കായി വടക്കും തെക്കും നടന്നു നടുവൊടിക്കും ടീച്ചർ പറഞ്ഞത് സത്യമാണെങ്കിലും കുറച്ച് അപ്രിയ സത്യമായി പോയി അല്ലേടാ പൂവേ? ആഹാ, അച്ഛനും ടീച്ചറിന്റെ സൈഡാണോ? വേണ്ട, ഞാൻ പോവാ. അച്ഛൻ വിട്ടോ? പിണങ്ങല്ലേടാ പൂവേ, നിക്ക്. അപ്പോ നീ വിചാരിക്കുന്ന പോലെയല്ല, ജെൻസി കിഡ്സിന്റെ പല കാര്യങ്ങളും കർത്താവിന് വലിയ മതിപ്പാടാ. സീരിയസ്ലി? ചുമ്മാ പറയാ. അല്ല കുഞ്ഞേ, സ്വർഗത്തിൽ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ജൻസിക്കാര് അഭിനയങ്ങളില്ലാത്ത സഭയെയാണ് ആഗ്രഹിക്കുന്നത്.
വെറും ആചാരങ്ങൾക്കപ്പുറം ഈശോയെ വ്യക്തിപരമായി അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്താനും ജാതി, മതം, വർണ്ണം എന്നിവയ്ക്കപ്പുറം മനുഷ്യരെ മനുഷ്യരായി കാണാൻ ജെൻസിക്ക് പ്രത്യേക കഴിവുണ്ട്. മാത്രമല്ല, സാങ്കേതികവിദ്യയിൽ മുന്നിലായ നിങ്ങൾ സുവിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ലോകമെങ്ങും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റിസിനെ പോലെ. ശരിയല്ല അപ്പു? ശരിയാണ്, വളരെ ശരിയാണ്. ഒരു കാര്യത്തിൽ പക്ഷേ പരിഭവമൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അച്ഛാ? നിങ്ങൾ പുതിയ തലമുറ ചെറിയ പ്രശ്നത്തിന്റെ മുന്നിൽ പോലും വേഗം പതറിപ്പോകുന്നു. ഏത് പ്രതിസന്ധിയിലും താങ്ങാൻ കഴിയുന്ന കർത്താവിൽ പ്രത്യാശ വയ്ക്കണം ട്ടാ. എത്ര വലിയ പ്രശ്നം വന്നാലും പറയണം, ഈശോയിലാണ് എൻ്റെ പ്രത്യാശ, അവൻ എന്നെ രക്ഷിക്കും. പറയൂ.
ടീച്ചറിന്റെ നല്ല അഴുക്കായിട്ടുള്ള നിനക്ക് കിട്ടിയ ആ ഇത് നമ്മുടെ ചെല്ലങ്കാക്കല്ലേ? വേണ്ട ചെല്ലങ്കാക്കോ, എടാ അത് നിന്റെ. അപ്പോ എന്ത് അസഭ്യമാണ് അപ്പോ നീ വിളിച്ചത്? ആഹാ, അപ്പൊ അച്ഛൻ അവന്മാരെന്നെ വിളിച്ചത് കേട്ടില്ലേ? പോടാ പോടാ, തരത്തി പോയി കളിക്കടാ. എന്താ മക്കളെ ഇത്? ഇങ്ങനെയാണോ പരസ്പരം പെരുമാറുന്നത്? പിന്നെ അവന്മാരെന്നെ വട്ടപ്പേര് വിളിച്ച ഞാൻ പിന്നെ മിണ്ടാതിരിക്കണോ? നിന്റെ പേര് ചെല്ലൻ കാക്ക എന്നാണോ? അച്ഛാ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിന്റെ പേരേതാണോ? അല്ല. പിന്നെ നീ എന്തിനാണ് പ്രതികരിക്കുന്നത്? നീ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴാണ് അവർക്ക് അത് ആവർത്തിക്കാൻ ആവേശം കൂടുന്നത്. ആവശ്യമില്ലാത്തതിനെ അവഗണിക്കാൻ പഠിക്കണം. അതൊക്കെ പറയാൻ എളുപ്പാ. അപ്പോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അവൻ നിന്നോട് പെരുമാറുന്ന രീതി അവൻ ആരാണെന്ന് കാണിച്ചു തരും. പക്ഷേ നീ അതിനോട് പ്രതികരിക്കുന്ന രീതിയാണ് നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. മനസ്സിലായാ? അത് മനസ്സിലായില്ല. അതായത് നന്മയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും തിന്മയായ രീതിയിൽ പ്രതികരിക്കില്ല. എന്ന് വെച്ചാ ഒരു ദൈവ പൈതലിന്റെ എതിർപ്പിന് പോലും ദൈവഛായ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇല്ല. അപ്പോ നോക്ക്, ഈ പഴുത്ത മാങ്ങ എടുത്ത് പിഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താ കിട്ടുക? മാങ്ങ ജ്യൂസ്. അതെ അതെ. പക്ഷേ ഇതിൽ നിന്ന് പുഴുക്കളാണ് വരുന്നതെങ്കിലോ? അതിൻ്റെ അർത്ഥം ഈ പുഴുക്കൾ നേരത്തെ തന്നെ മാങ്ങയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ്, ഇല്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിൽ തിന്മ ഉണ്ടെങ്കിലേ മോശം സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പുറത്തേക്ക് വരൂ. ബൈബിളിൽ പറയുന്നില്ലേ, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാന്നു? അങ്ങനെ. അപ്പൊ എന്റെ ഉള്ളിൽ ദേഷ്യമുണ്ടായിരുന്നതും കൊണ്ടാണല്ലേ എനിക്ക് ചീത്ത വിളിക്കാൻ തോന്നിയത്? തീർച്ചയായും. എന്നാലും അപ്പു, എന്താ ഈ ചെല്ലൻ കാക്ക എന്ന് പേര് വരാൻ കാരണം? എടാ പറയ്, അറിയാൻ വേണ്ടി ചോദിച്ചതാ. പണ്ടേ എനിക്കൊരു കാക്ക കുഞ്ഞിനെ വീണു കിട്ടി. അതിന് ഞാൻ ചെല്ലെന്ന് പേരിട്ടു. കുറേ ദിവസം അതിനെ ഞാൻ കൂടെ കൊണ്ട് നടന്നു വളർത്തി. പിന്നെ ഒരു ദിവസം അതങ്ങ് പറന്നുപോയി. പിന്നെ വന്നില്ല. ഓ, അതായിരുന്നല്ലേ കാര്യം. നീ അതിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലേ? എനിക്ക് ജീവനായിരുന്നു. അപ്പോ സാരമില്ലടാ, പോട്ടെ.
നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാനെ നമ്മൾ തിരിച്ച് സ്നേഹിക്കാതിരിക്കുമ്പോൾ കർത്താവ് ഇതുപോലെ വിഷമിക്കുന്നുണ്ട്. അതറിയോ അപ്പൂന്? ആ, കാറ്റീസൺ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഈശോയായിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. മിടുക്കൻ. എന്നും പ്രാർത്ഥിക്കണം തമ്പുരാനോട്. ഈ ലോകത്തിലെ തിന്മയിൽ നിന്നെല്ലാം എന്നെ പൊതിഞ്ഞ് പിടിക്കണേന്ന്. കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ ഉദന ധീം തദന ധീം തന ധീരനാ ഉദന ധീം തദന ധീം തന ധീരനാ ധീം തനോ ധനോ ധനോ തധീരനാ ധീം തനോ ധനോ ധനോ തധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ ഉദന ധീം തദന ധീം തന ധീരനാ ഉദന ധീം തദന ധീം തന ധീരനാ ധീം തനോ ധനോ ധനോ തധീരനാ ധീം തനോ
നിത്യനെ കാത്തിടണേ. അച്ഛാ, ഇവിടെ അച്ഛൻ്റെ ആരാ ഉള്ളത്? അപ്പനും അമ്മയാണോ? അല്ല, എനിക്ക് ജന്മം തന്ന അപ്പനും അമ്മയും അല്ല. പക്ഷേ കർമ്മം കൊണ്ട് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും മക്കളും ഒക്കെയായി തീർന്ന ഒരുപാട് പ്രിയപ്പെട്ടവരാണ് ഇവിടെ ഉറങ്ങുന്നത്. ഈ കിടക്കുന്നവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രേക്ഷിതാരാമ സഭയും പള്ളിപ്പണിയൊന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു. ഈ സെമിത്തേരിയിലിരുന്ന ഒത്തിരി നല്ല ഓർമ്മകളുണ്ടെന്ന് കൂട്ടിക്കോ. ഓർമ്മകളാ? സെമിത്തേരി കണ്ട എല്ലാവർക്കും പേടിയാ വരാറ്. അച്ഛന് ചിരിക്കാൻ പാകത്തിന് എന്ത് ഓർമ്മയുള്ളത്? അന്ന് ഞാൻ കാണിച്ച ഒരു വലിയ സാഹസത്തിന്റെ ഫലമാ കുഞ്ഞേ നമ്മുടെ ഈ സെമിത്തേരി. നിന്റെ അപ്പാപ്പൻ മത്തായില്ലയോ? അവനോട് ചോദിച്ചാ മതി, പുള്ളിക്കാരൻ കഥ പറഞ്ഞു തരും. എന്റെ മത്തായ അപ്പാപ്പനെ അച്ഛനറിയോ? പിന്നെ എനിക്കറിയാത്തവരായി ഈ കാലടിയിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോ ഇനി എനിക്ക് മടങ്ങാനുള്ള സമയമായി. ഈ കൂടിക്കാഴ്ച അനുവദിച്ച ദൈവം തമ്പുരാന് നമുക്ക് നന്ദി പറയാം. അയ്യോ, അച്ഛൻ പോവാണോ? കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പൊക്കൂടെ? ആഹാ, ഇത് നല്ല ചോദ്യം. ഈ ഭാഗ്യമൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല പൂ. ദൈവം നിന്നെ അത്രയ്ക്ക് കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അച്ഛാ, സോറി അച്ഛനെ ചീത്ത വിളിച്ചതിന്. പിന്നെ എന്റെ ഡൗട്ടൊക്കെ മാറ്റി തന്നതിന് ഒത്തിരി താങ്ക് യു. അപ്പൂ, നന്ദിയൊക്കെ ദൈവത്തിന്. എന്നാ ഞാൻ പോട്ടെ. അച്ഛാ, അച്ഛൻ പോകുന്നതിന് മുൻപ് എന്നോട്, അല്ല ഞങ്ങൾ എല്ലാവരോടും വല്ലതും പറയാനുണ്ടോ? എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടിയാ. എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു കാര്യം പറയണോ? എന്നാ കേട്ടോ, എപ്പോഴും ഓർക്കുക, യു ആർ അണ്ടർ ദ സർവൈലൻസ് ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. അമ്മേ, ദൈവത്തിന്റെ നിരീക്ഷണത്തിലോ? അച്ഛാ, അത് കേൾക്കുമ്പോഴേ ഒരു ഞെട്ടലാട്ടോ. ആരോ CCTV ക്യാമറ വെച്ച് നോക്കിയും കൊണ്ടിരിക്കണ പോലെ. എന്തിനാ അപ്പു പേടിക്കുന്നത്? നിന്റെ അപ്പനും അമ്മയും നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ച് നീ ചിരിക്കുകയോ കരയുകയോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ചെയ്യോ? ഇല്ല, പക്ഷേ കൂടുതൽ കുറുമ്പൊന്നും കാണിക്കാൻ പറ്റൂല. അത്രേ ഉള്ളൂ ഇതും. അത് മാത്രമല്ല അപ്പു, അപ്പനും അമ്മയും കൂടെ ഉള്ളപ്പോൾ പെട്ടെന്നൊരു പാമ്പോ പട്ടിയോ അല്ലെങ്കിൽ കാറ്റോ മഴയോ ഇടിവോട്ടോ വന്നാൽ നീ പേടിക്കൂ? അതൊക്കെ അവര് നോക്കിക്കോളും. ആ കാര്യത്തിൽ എനിക്ക് നല്ല ധൈര്യമുണ്ട്. അതേ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. അപ്പു, നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കൺവെട്ടത്താ. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? എന്തു വന്നാലും നമ്മുടെ തമ്പുരാൻ നോക്കിക്കോളും. കുഞ്ഞിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അത് ശരിയാണല്ലോ. ദൈവം കണ്ണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ പേടിക്കണേ? ഞാനിതങ്ങനെ റൂമിലെത്തി. അച്ഛൻ എവിടെ പോയി? അച്ഛാ, അച്ഛാ,
ഓ, അപ്പൊ അത് സ്വപ്നായിരുന്നോ? അപ്പുവേ, അപ്പാപ്പ, ഞാനിപ്പോ കൊച്ചുപറമ്പിലച്ഛനെ കണ്ടേ, നേരിട്ട് കണ്ടു. ആ, ഈ നട്ടുവച്ചോരെ നീ കിടന്നുറങ്ങിയ കൊച്ചുപറമ്പിലച്ഛനെ മാത്രമല്ല ചാവറ പിതാവിനെയും ഔസേ പിതാവിനെയും ഒക്കെ കാണും. പോയി പല്ലേക്കിടർക്ക. സാരമില്ല മോളെ, അവന് വെക്കേഷൻ അല്ലേ, കുറച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടെ. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആ, അപ്പൻ ഇങ്ങനെ എപ്പോഴും അവന് വളം വെച്ചു കൊടുത്തോ, അതുകൊണ്ട് അവനിങ്ങനെ വഷളാവണത്. അതല്ല പാപ്പ, നമ്മുടെ കാലടിപ്പള്ളി അതിന്റെ സെമിത്തേരിയൊക്കെ എങ്ങനെയുണ്ടായെന്ന് അപ്പാപ്പനെ അറിയോ? അച്ഛൻ പറഞ്ഞൂലോ അപ്പാപ്പനെ അറിയാവുന്ന. അറിയാലോ. ആഹാ, ഇന്നലെ കാലടി പള്ളിക്ക് ആരാ പേരിട്ടതെന്നായിരുന്നു എന്റെ ഡൗട്ട്. ഇന്നിതാ ചരിത്ര അന്വേഷണമായി മാറിയിരിക്കുന്നു. പുരോഗതിയുണ്ട്, പുരോഗതിയുണ്ട്. ഒന്ന് പോടി ചേച്ചി. ഓ, അപ്പാപ്പൻ പറ. അച്ഛൻ എന്നോട് പറഞ്ഞു അപ്പാപ്പനോട് ചോദിക്കാൻ. ഒക്കെ പറയാം മോനെ, നീ വേഗം പോയി പല്ല് തേച്ചിട്ട് വാ. അപ്പാപ്പനെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പുവേ, മോൻ ഇന്ന് പള്ളിയുടെ ചരിത്രം ചോദിച്ചപ്പോൾ മുതൽ ഞാൻ ആ പഴയ കാലമൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ പള്ളിയുണ്ടല്ലോ, സെന്റ് ജോർജ് ദേവാലയം, അതിന് ഈ കാണുന്ന 65 വർഷത്തെ പ്രായമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അതിൻ്റെ പിന്നിൽ നൂറ്റാണ്ടുകളുടെ ആത്മീയ ദാഹത്തിൻ്റെ ഒരു വലിയ കഥയുണ്ട്. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ അതിജീവനത്തിൻ്റെ ചരിത്രം നീ ആലോചിച്ച് നോക്കിക്കേ. വിശുദ്ധ തോമാസ് ലീഹയുടെ പാദസ്പർശമേറ്റ ആദിശങ്കരൻ ജനിച്ച പുണ്യഭൂമിയാണ് കാലടി. വിളിച്ചാ വിളിപ്പുറത്തെത്തുന്ന കാഞ്ഞൂർ പുണ്യവാന്റെ സന്നിധിയിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന അതേ വഴി. ഹൈന്ദവ ക്രൈസ്തവ സംസ്കാരങ്ങൾ ഇത്രയേറെ ഇഴചേർന്ന് കിടക്കുന്ന മണ്ണ്. പക്ഷേ ഈ മണ്ണിൽ നമ്മുടെ പള്ളിയുടെ പിറവി അത്ര എളുപ്പമല്ലായിരുന്നു. പുണ്യശ്ലോകനായ ബഹുമാനപ്പെട്ട ജോർജ് കൊച്ചുപറമ്പിലച്ഛൻ്റെ നിശ്ചയദാർഢ്യം, അതൊന്നു മാത്രമാണ് നമ്മുടെ പള്ളി പണിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത്. 1942 അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. കാലടിയിലെ വിശ്വാസികൾക്ക് സ്വന്തമായ ഒരു ദേവാലയം വേണം. അതിനായുള്ള അപേക്ഷയുമായി അദ്ദേഹം അന്നത്തെ മെത്രാൻ അഗസ്തീനോസ് കണ്ടത്തിൽ പിതാവിൻ്റെ അടുത്തെത്തിയോടെയാണ് ചരിത്രം തുടങ്ങുന്നത്. പക്ഷേ കാര്യം അത്ര എളുപ്പമായിരുന്നില്ല മക്കളെ. കാലടി അന്ന് വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. കൊച്ചി രാജ്യവും തിരുവിതാംകൂർ രാജ്യവും. നമ്മുടെ ആത്മീയ സ്വപ്നങ്ങൾക്ക് മുകളിൽ അതൊരു വിലങ്ങുതടിയായി തീർന്നു. വർഷങ്ങൾ പലത് കടന്നുപോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടീഷുകാർ പടിയിറങ്ങി. പുതിയ ഭരണഘടനയൊക്കെ വന്നു. ദേശീയ രാഷ്ട്രീയത്തിലാകെ വലിയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് വീശിയിട്ടും നമ്മൾ കാലടിക്കാർക്ക് സ്വന്തമായ ഒരു പള്ളി എന്നത് അപ്പോഴും ഒരു വിദൂര സ്വപ്നമായി തന്നെ തുടർന്നു. ഒരു പള്ളി പണിയാൻ കല്ലും മണ്ണും മാത്രം പോരാ, ഉറച്ച വിശ്വാസം വേണം. പക്ഷേ ആ വിശ്വാസം ഉറപ്പിച്ചു നിർത്താൻ 1 ഇഞ്ച് മണ്ണ് പോലും അന്നവർക്ക് സ്വന്തമായില്ലായിരുന്നു. നീ ആലോചിക്കണം. നീണ്ട 20 വർഷത്തെ കണ്ണീരും പ്രാർത്ഥനയും. ഒടുവിൽ ആ പ്രാർത്ഥന ദൈവം കേട്ടു. 1960 മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് പള്ളി പണിയാൻ ചരിത്രപ്രധാനമായ അനുമതിയും ഒപ്പം അരമനയിൽ നിന്ന് 12,000 രൂപയും തന്നു. അന്നത്തെ കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു കേട്ടോ. അതോടെ അടുത്ത പ്രശ്നം തലപൊക്കി. പള്ളി എവിടെ പണിയും? കൈപ്പട്ടൂരും കാഞ്ഞൂരും അതിർത്തി പങ്കിടുന്ന ഈ ഭൂമിയിൽ തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1960 മാർച്ച് 20 ചരിത്രം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം നാടകീയമായ ഒരു അത്ഭുതം നടന്നു. ഒരു പ്രദക്ഷിണം, അത് പള്ളിയുടെ പിറവിയായി മാറി. അന്ന് കാഞ്ഞൂർ പള്ളിയിൽ നിന്ന് വർഷം തോറുമുള്ള അമ്പെഴുന്നള്ളിപ്പ് പതിവിന് വിപരീതമായി നേരെ കാലടിയിലേക്ക് നീങ്ങി. നമ്മുടെ നിത്യസഹായ മാതാവിൻ്റെ കപ്പേളയ്ക്ക് എതിർവശത്തായി
ശ്രീമാൻ പൂണോളി ഔസേപ്പിന്റെ സ്ഥലത്ത് ഒരു താൽക്കാലിക ഓല ഷെഡ് ഒരുക്കിയിരുന്നു. കൊച്ചുപറമ്പിൽ അച്ഛൻ അമ്പ് ആ ഷെഡിൽ പ്രതിഷ്ഠിച്ചു. ആവേശഭരിതമായ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി കൊച്ചുപറമ്പിൽ അച്ഛൻ അവിടെ വെച്ച് ഉറക്കെ പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ ഇതൊരു പള്ളിയാണ്. അവിടെ വെച്ച് അദ്ദേഹം ആദ്യത്തെ കുർബാന അർപ്പിച്ചു. അങ്ങനെ 20 വർഷത്തെ കാത്തിരിപ്പ് ഒരൊറ്റ നിമിഷം കൊണ്ട് സഫലമായി. 1961 നവംബർ ആയപ്പോഴേക്കും 330 കുടുംബങ്ങൾ ചേർത്ത് കാലടി ഒരു സ്വതന്ത്ര ഇടവകയായി മാറി. നാടിന്റെ കാവലാളായി പടച്ചട്ടിയണിഞ്ഞ വിശുദ്ധ ഗീവർഗീസ് സഹതായെ അച്ഛൻ അവിടെ പ്രതിഷ്ഠിച്ചു. എന്നാ മോനെ, നമ്മുടെ സെമിത്തേരിയുടെ പിറവിക്ക് പിന്നിലെ കഥ പറഞ്ഞാൽ അത് ഇതിലും രസകരമാണ്. പള്ളിക്ക് അനുമതി കിട്ടിയ പോലെ സെമിത്തേരിക്ക് അനുമതി കിട്ടുക എന്നത് അന്നത്തെ സങ്കീർണമായ സാമൂഹ്യ സാമുദായിക സാഹചര്യങ്ങളിൽ തികച്ചും അസാധ്യമായ ഒന്നായിരുന്നു. പക്ഷേ നമ്മുടെ കൊച്ചുപറമ്പിൽ അച്ഛൻ എന്തു ചെയ്തെന്നോ? അദ്ദേഹം പടയാട്ടി അത്തപ്പാനും ഔസേപ്പിൽ നിന്നും സെമിത്തേരിക്കായി ഒരു കഷ്ണം മണ്ണ് വാങ്ങി. എന്നിട്ട് അവിടെ ആദ്യം ഉയർത്തിയത് അമലോത്ഭവ മാതാവിന്റെ ഒരു മനോഹരമായ ഗ്രോട്ടോ ആയിരുന്നു. തദ്ദേശവാസികൾക്ക് വൈകുന്നേരങ്ങളിൽ ഒത്തുചേരാനുള്ള ഒരു പാർക്ക് അവിടെ വരും എന്ന ആശയമാണ് അന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പല ഫൊറോന സമ്മേളനങ്ങളും അവിടെ നടത്തുകയും ചെയ്തപ്പോൾ എല്ലാവരും കരുതി അത് വെറും ഒരു പാർക്കാണെന്ന്. എന്നാൽ ചരിത്രം വഴിമാറിയത് 1964 പള്ളത്തൂടി തോമസ് എന്ന നമ്മുടെ ഒരു ഇടവകാംഗം മരണപ്പെട്ടു. ആ ശവസംസ്കാര ശുശ്രൂഷകൾ മനഃപൂർവ്വം വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കപ്പെട്ടു. സന്ധ്യാനിഴലുകൾ വീണ നേരം പള്ളിയിലെത്തിച്ച ഭൗതിക ശരീരം പെട്ടെന്ന് തന്നെ മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് പിന്നിലെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പെട്രോമാക്സ് വിളക്കുകളുടെ ആ മങ്ങിയ വെളിച്ചത്തിൽ അതിവേഗം വെട്ടിയെടുത്ത മൺകുഴിയിലേക്ക് ആ ഭൗതിക ശരീരം അടക്കം ചെയ്തു. അപ്പോഴാണ് അത് പാർക്കിലുള്ള സ്ഥലമല്ല, അതൊരു സെമിത്തേരിയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പോലും അറിഞ്ഞത്. അങ്ങനെ കൊച്ചുപറമ്പിൽ അച്ഛൻ്റെ അസാമാന്യമായ ദീർഘവീക്ഷണവും സംഘടനാപാഠവും കൊണ്ട് ഇന്ന് നമുക്കൊരു സെമിത്തേരി ഉണ്ടായത്. കാലത്തിൻ്റെ ആ ചുവടുവെപ്പുകൾക്ക് ശേഷം ഇന്ന് നാം കാണുന്ന സ്വർഗത്തിലേക്ക് കൈകൂപ്പി നിൽക്കുന്ന മാതൃകയിലുള്ള നമ്മുടെ ഈ മനോഹരമായ ദേവാലയം 1984 പുനർനിർമ്മിക്കപ്പെട്ടതാണ്. നോക്കിക്കേ, ഇന്ന് 65 വർഷങ്ങൾക്കിപ്പുറം അന്ന് നമ്മുടെ പൂർവികർ പിടിയേരി പിരിച്ചും വിയർപ്പൊഴുക്കിയും പടുത്തുയർത്തിയ ആ കൊച്ചു പള്ളിയാണ് ഇന്ന് ആത്മീയതയുടെ വലിയൊരു മഹാസൗധമായി നിൽക്കുന്നത്. കൊച്ചുപറമ്പിലച്ഛനും നമ്മുടെ അപ്പൂപ്പന്മാരും ഒക്കെ തെളിച്ച ആ വിശ്വാസത്തിന്റെ കൈത്തിരി ഉണ്ടല്ലോ, അതിനി നിങ്ങളുടെ തലമുറയുടെ കൈകളിലാണ്. ഇത് നമ്മുടെ പള്ളിയാ, നമ്മുടെ അഭിമാനം, സെന്റ് ജോർജ് ദേവാലയം. ഈ കഥ നീ വലുതാകുമ്പോ നിന്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം, കേട്ടോ അപ്പു? ഉള്ളത് പറഞ്ഞാ നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിട്ടും ഈ ചരിത്രമൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലായിരുന്നു. എത്ര പേരുടെ പരിശ്രമമല്ലേ നമ്മുടെ ഈ പള്ളി! 20 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണല്ലേ നമ്മുടെ പള്ളി. എനിക്ക് ആ സെമിത്തേരിയുടെ ചരിത്രമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അല്ല, ഇവനിതെന്താ ഒന്നും മിണ്ടാത്തേ? കാലടി പള്ളിയുടെ ഹിസ്റ്ററി അറിയണമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ തൊട്ട് ഈ നേരം വരെ അപ്പാപ്പന്റെ പുറകെ നടന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഡാ ഡാ മിണ്ടാട്ടം മുട്ടിപ്പോയി നിനക്ക്. എന്താ അപ്പു, നിനക്കെന്തു പറ്റി? എന്താടാ? എടാ അപ്പുവേ, സന്ധ്യാപ്രാർത്ഥന എല്ലാം സമയമായല്ലോ, നീ നേരത്തെ എങ്ങടാ പോണേ? അപ്പുവേ, ഇങ്ങ് വന്നേ മോനെ, എന്തു പറ്റിയടാ? ദേ, അപ്പാപ്പന്റെ മുറിയിൽ വെച്ചിരുന്ന പുണ്യാളുടെ രൂപം എടുത്തോണ്ട് വരുന്നു. ഇപ്പൊ താഴെ ഇടോ അത്. അയ്യോ, താഴെ വീണ് പൊട്ടൂടാ. ഇങ്ങതാ, അപ്പം പിടിക്കാം. അപ്പാപ്പ, ഇന്ന് തൊട്ട് ഈ രൂപം നമ്മുടെ പ്രയർ റൂമിൽ ഇരിക്കട്ടെ, കൂടെ ഈ കൊച്ചുപറമ്പിലച്ഛന്റെ ഫോട്ടോയും. അത് ഞാൻ എന്നും അച്ഛനെ ഓർത്ത് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ വച്ചിരുന്നതാ മോനെ.
എല്ലാ ദിവസവും 3 ത്രീത്വസ്തുതി ഞാൻ അച്ഛൻ്റെ നാമകരണ നടപടികൾക്ക് വേണ്ടി ചൊല്ലാറുണ്ട്. അതിന് സാരമില്ല അപ്പാ. ഇന്നു മുതൽ അപ്പൻ തനിച്ചല്ല, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ചൊല്ലാം. ഈശോയെ, കൊച്ചുപറമ്പിലച്ഛനെ വേഗം തന്നെ വാഴ്ത്തപ്പെട്ടവനും വിശുദ്ധനുമായി ഉയർത്തണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും കാലം എത്ര കടന്നുപോയാലും നാം നടന്നു വന്ന വഴികളെ വിസ്മരിക്കാതിരിക്കട്ടെ. അന്ന് അത്യഗാധമായ ചെങ്കടലിനെ പിളർത്തിയ ദൈവത്തിൻ്റെ ശക്തി ഇന്നും നമ്മൾ ജീവിക്കുന്നു എന്നത് പ്രതിസന്ധികളിൽ നമുക്ക് വലിയ പ്രത്യാശയാവട്ടെ. നമ്മെ ജീവനായി സ്നേഹിക്കുന്ന ദൈവം നിരന്തരം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ജീവിതത്തിൽ നമുക്ക് ധൈര്യവും പ്രചോദനവും നൽകട്ടെ. കാലടിയിലെ എൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം കൊച്ചുപറമ്പിലച്ഛൻ. പ്രിയമുള്ളവരെ, അപ്പുവിൻ്റെ കുഞ്ഞു ചിന്തകളിലൂടെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഈ കഥ എപ്പിസോഡ് 2K26 നിങ്ങളേവരും ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഈ മണ്ണിൽ പ്രത്യാശയുടെ വിത്തുകൾ പാകി നമുക്കായി ഇന്നും ദൈവതിരുമുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്ന പുണ്യശ്ലോകനായ ജോർജ് കൊച്ചുപറമ്പിലച്ഛൻ്റെ ഓർമ്മകളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ വാർഷികാഘോഷം ഇത്രത്തോളം മനോഹരമാക്കാൻ സഹകരിച്ച ഏവർക്കും ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു. ഞങ്ങൾക്കെന്നും വഴികാട്ടിയും തണലും പ്രോത്സാഹനവുമായ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, എപ്പോഴും പ്രോത്സാഹനം തന്ന് ഞങ്ങളെ വഴി നടത്തുന്ന മുൻ HM സിസ്റ്റർ ജിജി മരിയ, ഇപ്പോഴത്തെ HM സിസ്റ്റർ ഐറിൻ, അശ്രാന്തം പരിശ്രമിച്ച മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, കുഞ്ഞുങ്ങളെ വലിയ പ്രോത്സാഹനത്തോടെ ഒരുക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബഹുമാനപ്പെട്ട PCC മെമ്പേഴ്സ്, സ്റ്റേജിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതോടൊപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ ക്ഷമയോടും പ്രോത്സാഹനത്തോടും കൂടെ ഇവിടെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ഇടവക ജനത്തിനും അഭ്യുദയകാംക്ഷികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈശോ എന്ന പ്രത്യാശ എന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. സ്റ്റേ ആങ്കേർഡ് ഇൻ ഹോപ്പ്.